അപ്പോ നമുക്ക് ഇനി ഏഞ്ചലിന്റെ ലൈഫ് സ്പാൻ നോക്കാം. സാധാരണ രീതിയിൽ ഏഞ്ചല് വൈൽഡ് കണ്ടീഷനിൽ 12 മുതൽ 15 വർഷം വരെയൊക്കെ ജീവിക്കും. അതിന്റെ വൈൽഡ് കണ്ടീഷൻ മീൻസ് അവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ നല്ല രീതിയിലുള്ള നാച്ചുറലുള്ള ഫീഡും ബാക്കി കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ടാങ്കുകളിൽ വളർത്തുമ്പോൾ അത്രത്തോളം കിട്ടാനൊക്കെ പാടായിരിക്കും. എന്നിരുന്നാലും അവരുടെ ഒരു ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ വളർത്തുമ്പോൾ 5 മുതൽ 6 വർഷം വരെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. 6 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളതിനെയൊക്കെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അഫക്റ്റ് ആണ്. മീൻസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 മുതൽ 1000 എഗ് ഒരു പേർ ഇടുക എന്നൊക്കെ പറയുന്ന വളരെ വലിയൊരു കാര്യമാണ്. അത് തന്നെ അവർ തന്നെ അവരുടെ കുട്ടികളെ നോക്കി നമുക്ക് തരുമ്പോൾ അത് നമുക്കൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്രത്തോളം കീപ്പ് ചെയ്യുക, അവരെ ഹെൽത്തി ആക്കി നിലനിർത്താൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുക. അതാണ് ഒരു കാര്യം. പിന്നെ ഇവരുടെ ഫീഡ് നമുക്ക് പെലക്ട് ഫീഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈഫ് ഫീഡ്, മൊയിന അതേപോലുള്ള ഫീഡ് ചെയ്യാം. കുട്ടികളെ കെയർ ചെയ്യേണ്ടത് ലൈഫ് ഫീഡ് തന്നെ നമുക്ക് കൊടുത്തെടുത്താൽ മാത്രമേ കുട്ടികളെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ലൈഫ് ഫീഡിനെ കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ലൈഫ് ഫീഡ്, അതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവരുടെ മൗത്ത് സൈസ് ആയിട്ടുള്ള ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. പിന്നെ നമുക്ക് ഈ ഫ്ലവർ ഓണിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, ഇത് നമ്മൾ സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ, മീൻസ് ബ്രീഡിങ്ങിന് ട്രൈ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഒരു സ്പേസിൽ ഇതിന് വേണ്ടി കൊടുക്കുന്ന വളരെയധികം ബെറ്റർ ആയിരിക്കും. അപ്പൊ ഞാനൊക്കെ ബ്രീഡിങ്ങിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 സൈഡ് കവർ ചെയ്തിട്ടുള്ള ടാങ്കുകളായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഫാമി വരുമ്പോൾ അറിയാം, ഞാൻ ചെയ്തിരുന്ന ടാങ്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത്, അധികം ആൾക്കാർ വന്ന്